ചേർത്തലയിൽ റെസ്റ്റോറന്റിന്റെ വിഷു ആശംസാ പോസ്റ്ററിൽ ശ്രീകൃഷ്ണനെ ഉൾപ്പെടുത്തി വിവാദ പോസ്റ്റർ അച്ചടിച്ചതിൽ സ്വമേധയാ കേസെടുത്ത ചേർത്തല പോലീസ് മെഹർ മന്തി ഹോട്ടൽ ഉടമകളായ അർഷാദ്, ഷംനാസ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. പോസ്റ്റർ അറിവോടെ ചെയ്തതല്ല എന്ന് ഹോട്ടൽ ഉടമകൾ പോലീസിനെ അറിയിച്ചു. എന്നാൽ വാട്സപ്പ് സ്റ്റാറ്റസായി ചിത്രം പുറത്തുവിട്ടതായും പിന്നീട് അത് ഡിലീറ്റ് ചെയ്തതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ VHP പ്രവർത്തകർ ഹോട്ടലിലേക്ക് മാർച്ച് നടത്തി. ഹോട്ടലിന് ചേർത്തല പോലീസ് ഇപ്പോൾ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ചേർത്തലയിൽ 9 യുവാക്കളുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന മഹർ മന്തി റെസ്റ്റോറന്റ് വിഷുദിനത്തിൽ പുറത്തിറക്കിയ പോസ്റ്ററാണ് വിവാദത്തിന് പാത്രമായത്. ശ്രീകൃഷ്ണന് മുന്നിൽ കുഴിമന്തി വെച്ചുള്ള പോസ്റ്റർ വിഷു ആശംസകളുമായി പുറത്തിറക്കിയതിലാണ് മതവികാരം വ്രണപ്പെടുത്തിയെന്ന ആരോപണം ഉയർന്നത്. കലാപമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ മനഃപൂർവ്വമോ ദുരുദ്ദേശപരമോ ആയ പ്രകോപനത്തിനാണ് ചേർത്തല പോലീസ് കേസെടുത്തത്. 1 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാണ് ചുമത്തിയത്. പോസ്റ്റർ ചെയ്യിപ്പിച്ചത് പുറത്തുനിന്നുള്ള ആളെ കൊണ്ടാണ്. സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിട്ടില്ല. മാത്രമല്ല, ഉടമ തന്റെ വാട്സപ്പ് സ്റ്റാറ്റസ് മാത്രമായാണ് ചിത്രം ഉപയോഗിച്ചതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന വീഡിയോയുമായി മെഹർ മന്തി ഉടമകൾ ഒരാൾ രംഗത്തെത്തി. പുറത്തൊരാളെ കൊണ്ടാണ് പോസ്റ്റർ ചെയ്യിപ്പിച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ സഹോദര സമുദായങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ ചെറിയൊരു മനസ്സിന് ചെറിയൊരു വിഷമം ഉണ്ടായെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു. തികച്ചും ഞങ്ങളുടെ അറിവോടുകൂടി ചെയ്തതല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് ആ പോസ്റ്റർ അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഞങ്ങൾ എന്നാൽ അത് മാറ്റുകയും പകരം നല്ല രീതിയിലുള്ള ഒരു വിഷു ആശംസ പോസ്റ്ററാണ് നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഷെയർ ചെയ്തത്. കേസിൽ അറസ്റ്റ് ചെയ്ത അർഷാദ്, ഷംനാസ് എന്നിവരെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് VHPയും BDJSും രംഗത്തെത്തി. അതേസമയം ഉടമയുടെ വാട്സപ്പ് സ്റ്റാറ്റസായി മാത്രം ഉപയോഗിച്ച പോസ്റ്റർ മറ്റാരോ ബോധപൂർവം സ്ക്രീൻഷോട്ട് എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതായാണ് പോലീസ് കണ്ടെത്തൽ. അതിനെ സംബന്ധിച്ചും അന്വേഷണം ഉണ്ടാകും. ന്യൂസ് 18 ആലപ്പുഴ. വാർത്തയുടെ വിശദാംശങ്ങളുമായി രഞ്ജിത്ത് ആണ് ചേരുന്നത്. രഞ്ജിത്ത്, ഇതായി വാട്സപ്പ് സ്റ്റാറ്റസായി ഇത് ഉപയോഗിച്ചിരുന്നു എന്നത് വ്യക്തമാവുകയാണ്. അപ്പോൾ തങ്ങളുടെ അറിവോടുകൂടിയല്ല ഇത്തരത്തിലൊരു പോസ്റ്റർ പുറത്തു വന്നത് എന്ന ഹോട്ടൽ ഉടമകളുടെ വാദം നിലനിൽക്കില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് പ്രാഥമികമായി? ഹോട്ടൽ ഉടമകൾ മനഃപൂർവ്വം പ്രചരിപ്പിച്ചു എന്ന രീതിയിലാണ് VHPയും അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ ഈ വിഷയത്തെ കാണുന്നതും വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നതും മറ്റും. പക്ഷേ അവർ പറയുന്നത് വാട്സപ്പ് സ്റ്റാറ്റസായി ഇത് ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ മറ്റ് ആളുകളിലേക്ക് ഇത് ഫോർവേഡ് ചെയ്തിട്ടില്ല. നമുക്കറിയാം, വാട്സപ്പ് സ്റ്റാറ്റസായി ഉപയോഗിച്ചാൽ പോലും മറ്റുള്ളവർക്ക് ഇത് ആക്സസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഏതായാലും ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ കലാപം ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയോ മനഃപൂർവ്വമല്ല ഇങ്ങനെയൊരു ദുരുദ്ദേശപരമോ അല്ല ഇങ്ങനെയൊരു സംഗതിയിലേക്ക് പോയത് എന്നാണ് ഇപ്പോൾ പോലീസ് അടക്കം കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ദുരുദ്ദേശപരമായ പ്രകോപനത്തിന് ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിക്കുകയും മറ്റും ചെയ്തത്. ഏതായാലും ഈ വിഷയം വലിയ ഒരു വൈകാരിക വിഷയമായി ഹൈന്ദവ സംഘടനകൾ കണ്ടിട്ടുണ്ട്. VHP അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം ഹോട്ടലിന് മുന്നിൽ വലിയ മാർച്ചും ചേർത്തലയിൽ വലിയ പ്രതിഷേധ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിരുന്നു. ഇവരുടെ അറസ്റ്റിൽ മാത്രം കാര്യങ്ങൾ തീരില്ല എന്നും നിയമപരമായി കൂടുതലായി മുന്നോട്ട് പോകും എന്നുമാണ് ഈ സംഘടനകളും മറ്റും അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇത് ന്യായീകരിക്കാവുന്ന ഒന്നായി ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനാവില്ല. കാരണം മനഃപൂർവ്വമല്ല എങ്കിൽ പോലും ഇത്തരമൊരു പോസ്റ്റർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ബോധപൂർവമായ ശ്രമമാണോ ചില കാര്യങ്ങൾക്ക് എന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഉയർന്നു വരുന്നത് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതായാലും പുറത്തു നിന്നുള്ള ഒരാളാണ് ഈ പോസ്റ്റർ നിർമ്മിച്ചത്. ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് തയ്യാറാക്കുന്നതിന് ഫ്രീലാൻസറെ ഏൽപ്പിക്കുകയായിരുന്നു എന്നാണ് ഈ ഹോട്ടൽ ഉടമകൾ പറയുന്നത്. തണ്ണീർമുക്കം സ്വദേശിയായ ഒരു അഭിഭാഷകനാണ് ഈ വിഷയം ശ്രദ്ധയിൽ കൊണ്ടുവരികയും പോലീസിൽ കേസ് നൽകുകയും മറ്റും ചെയ്തത്. ഏതായാലും ഇത്തരത്തിൽ ഫ്രീലാൻസർ ചെയ്താൽ പോലും ഒരു ഹോട്ടലിൻ്റെതായ രീതിയിൽ ഇത്തരം ഒരു പോസ്റ്റർ പ്രചരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അത് പുറത്തിറങ്ങുമ്പോൾ ഉടമകൾ സ്വാഭാവികമായും അത് കണ്ടു കാണണം എന്ന കാര്യത്തിൽ സംശയമില്ല. സമീപകാലത്തായി ഇത്തരം ഹൈന്ദവ ദൈവങ്ങളെയൊക്കെ ഈ തരത്തിൽ അപമാനിക്കുന്ന വിവിധ കാര്യങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ കുറച്ചുകൂടി ജാഗ്രത കാട്ടേണ്ടതായിരുന്നു എന്ന വിലയിരുത്തൽ തന്നെയാണ് പൊതുവെ ഉയർന്നു വരുന്നത്. പോലീസും അത്തരത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. പോലീസ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാവുന്ന വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് എങ്കിൽ പോലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്നും മറ്റുമാണ്. നിയമോപദേശം സ്വീകരിച്ച ശേഷമാകും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുക. നിയമ നടപടികളിലേക്ക് പോലീസ് കടക്കുന്നത് തീർച്ചയായും ഇതാരാണ് നിർമ്മിച്ചത് കൃത്യമായി ഉടമകളുടെ അറിവോടുകൂടി തന്നെയായിരുന്നു. എന്തായാലും വാട്സപ്പ് സ്റ്റാറ്റസ് എന്നത് എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന, ഒരു പക്ഷേ ആ സൗഹൃദ കൂട്ടായ്മയിലൊക്കെ വരുന്ന അല്ലെങ്കിൽ അവരുടെ കോൺടാക്ട്സിലുള്ള എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇനി
എന്തൊക്കെ തുടർ നടപടികൾ ആണ് ഉണ്ടാവുക എന്നത് ആണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അറിയേണ്ടത്. പ്രത്യേകിച്ച് മതപരമായ രീതിയിലുള്ള ഒരു അവഹേളനം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് VHP അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ ഇപ്പോൾ ഉന്നയിക്കുന്ന ആക്ഷേപം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.